ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മമ്പാട് താളിപ്പൊയിലിൽ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മരവ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റു നിർമ്മാണ സാമഗ്രികളെക്കാൾ ഈടുനിൽക്കുന്നതും പ്രകൃതി സൌഹൃദവുമായ മരത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടെന്നും MLA പറഞ്ഞു. കോൺക്രീറ്റ്, അലുമിനിയം, മെറ്റൽ തുടങ്ങിയവയ്ക്ക് പകരം പരമ്പരാഗതമായ മരത്തിന്റെ ഗുണമേന്മ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അനുഭവപ്പെടുന്നില്ലെങ്കിലും കാലക്രമേണ അതിന് മാറ്റം വരുമ്പോൾ ഒരു ഭയപ്പാട് നമുക്ക് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വുഡ് ഇൻഡസ്ട്രിയെ ശക്തിപ്പെടുത്തുന്നതിന് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറ്റങ്ങൾ വുഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ അതിജീവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നമ്മൾ തയ്യാറാവുകയെന്നുള്ളത്. അതോടൊപ്പം തന്നെ ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ടുള്ള വുഡ് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അവർക്കത് നൽകുവാനും അതോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിലും കാലത്ത് ജീവിക്കുന്ന രീതിയിലും ഒക്കെ മരം തന്നെ ഉപയോഗിക്കാൻ കഴിയും. മറ്റെല്ലാക്കാളൊക്കെ നല്ലത് നമ്മുടെ മരം തന്നെയാണ് എന്നൊരു ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും. ജില്ലാ പ്രസിഡന്റ് വെറൈറ്റി ബീരാൻകുട്ടി കോട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നോർത്ത് DFO P ധനേഷ് കുമാർ മുഖ്യാതിഥിയായി. സംസ്ഥാന പ്രസിഡന്റ് KCN അഹമ്മദ് കുട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ ആയിക്കലം എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. വ്യവസായ മേഖലയിൽ മെമ്പർമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CJ ആന്റണി, സംസ്ഥാന ട്രഷറർ ഡോക്ടർ S അജീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ഹുസൈൻ ഹാജി, സംസ്ഥാന സെക്രട്ടറി മദാരി ഷൌക്കത്ത് അലി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കാളികളായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.